ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കണ്ണൂരുകാർക്ക് റെഡ് അലേർട്ടാണ്. നല്ല മഴയാണ് രാവിലെ. അപ്പം ഞാനൊന്ന് എൻ്റെ വീട് വരെ പോയി, അമ്മാമ്മൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ടൈലറാട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പം നല്ല മഴയാണ്, കണ്ടില്ലേ? കണ്ടും അതുപോലെ തോടും എല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പം എൻ്റെ നാട് കഴിഞ്ഞു. ഇനി നേരെ പോകുന്നത് ഇതാ ഹസ്ബൻഡ് നാട്ടിലേക്കാണ്. ഇത് നമ്മളെ ഹൈവേ ആണ്. അപ്പം ഇവിടെ റോഡ് പണിയെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. പക്ഷേ എനിക്കിതിന് മുകളിലേ പോകാൻ നല്ല പേടിയാണ്. ഇവർ പോകുന്ന സമയത്ത് നല്ല സ്പീഡിലേ പോവുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഇവിടെ ഒരു ഓട്ടോൻ്റെ ബാക്കിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചു. ഡ്രൈവർ ഫ്രണ്ടിൽ ഗ്ലാസ് പൊളിഞ്ഞ് നേരെ തെറിച്ച് സർവീസ് റോഡിലേക്ക് വീണു. അപ്പം അങ്ങനെ ആക്സിഡൻ്റൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. മുകളിൽ പോകാനായാലും താഴെ പോകാനായാലും. താഴെ പോകുമ്പം ഇതെപ്പോഴാണ് ഇടിഞ്ഞ് തലയിലേക്ക് വീഴുവാന്നില്ല പേടി. നമ്മൾ കുപ്പ റോഡെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, മൊത്തം തകർന്നിട്ടേ ഉള്ള. അതുപോലെ എനിക്ക് ഇതിൻ്റെ താഴെ പോകുമ്പം പേടിയാണ്. ഇതാ മറ്റും ഇടിഞ്ഞ് വീണാലോ. അപ്പോൾ ഇത് നമ്മളെ പ്ലാത്ര ടൗൺ ആണ് കേട്ടോ. ഇവിടെ നിന്ന് വണ്ടി വെക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. ഇവർ ഇത്രയും ഉയരത്തിൽ കെട്ടി പൊക്കിയിട്ടേ ഉള്ള. അപ്പോൾ ഇവിടെ പാലാണെങ്കിൽ നമുക്ക് അടിയിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പം മൂക്ക് ചെരുപ്പ് മേടിക്കണം. അപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലം പെരുതി നടക്കുകയെന്ന് നോക്കാം നമുക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം നല്ല മഴയായതുകൊണ്ട് ഞാനും മോനും പോകുന്നില്ല, വണ്ടിയിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നത്. അച്ഛനും മോളും പോയിട്ട് വാങ്ങി വരുമല്ലോ. അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇനി ടൗണിലേക്ക് നടക്കണം. ഇതെല്ലാമാണ് ബുദ്ധിമുട്ട്. അപ്പം അച്ഛനും മോളും കൂടിയിട്ട് പോകുന്നത്. ഒരാൾക്കിടെ തീരെ പിടിച്ചിട്ടില്ല. അപ്പം അച്ചൂട്ടനിതാ ബാക്കിലിരുന്ന് നല്ലോണം കരയുന്നുണ്ട് അച്ഛനെ വിളിച്ചിട്ട്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ചെരുപ്പ് വാങ്ങിയിട്ട് തിരിച്ചു വന്ന് വരുമ്പോൾ ഇതാ നമ്മളെ മേഴ്സലീസിൻ്റെ വാനിലേൻ്റെ കോണ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അച്ചൂട്ടിൻ്റെ കരച്ചിലെല്ലാം പോയി. ഇതാ ഇപ്പോൾ ആൾ നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അകത്തിരുന്ന് നമ്മൾ കോണ് കഴിക്കട്ടെ. ഇവരെ ഐസ്ക്രീം എല്ലാം നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ മേഴ്സലീസിൻ്റെ ഐസ്ക്രീം തന്നെയാട്ടോ മേടിക്കൽ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏതേതായാലും കഴിക്കട്ടെ. ഇനി നാളത്തേക്ക് തൊണ്ടവേദനയാണോ എന്നുള്ളത് അറിയില്ല, നോക്കാം ഏതായാലും. അപ്പോൾ അച്ചൂട്ടിന് സന്തോഷമായി. അപ്പം നമ്മളിത് നേരെ ഇനി വീട്ടിലേക്ക് തിരിച്ചു. എൻ്റെ വീടും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അതെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം നമ്മളിതാ നമ്മളെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോയ സ്ഥിതിക്ക് എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒന്ന് അവിടെ നിന്ന് എടുക്കാണ്ട് വരില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല തേങ്ങയാണ്. നമുക്കിവിടെ തേങ്ങയില്ല. നമ്മൾ പിടിയെന്ന് മേടിക്കുക ചെയ്യുക. അപ്പം തേങ്ങയില്ലാത്തത് കൊണ്ട് അമ്മ കുറച്ച് തേങ്ങയെല്ലാം പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ വാഴ, ഒരുപാട് കാട്ടുവാഴ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 കുഞ്ഞു കൊല. എനിക്ക് കാട്ടുവാഴേൻ്റെ കായ വറുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. കുരുമുളകും വെളുത്തുള്ളിയെല്ലാം നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം പഴയതുണ്ടായിന്, അതൊക്കെ എടുത്തു. സ്വതവേ പോയ അരിയും അതൊക്കെ കെട്ടിക്കൊണ്ടുവരലുണ്ട്. പക്ഷേ പ്രാവശ്യം അരിയൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. അപ്പം വീഡിയോ എല്ലാം എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.